തെങ്ങുള്ളവര് വേഗം കയറി 2 കരിക്കിട്ടോ, അല്ലാത്തവര് 2 പോയി മേടിക്കട്ടാ. അപ്പൊ ഞാനിവിടെ 2 കരിക്കെടുത്ത് വെള്ളവും കാമ്പും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ കാമ്പും കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിയതും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ഒരു പാനിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുക്കാം. വഴന്നു വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും മാത്രം ചേർത്ത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിരുന്ന ഒരു 1.5 കിലോഗ്രാം ചിക്കൻ ഉണ്ടാവും. അത് ഇതിലേക്കിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം. മൂടി തുറക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ചിക്കൻ വേവാൻ ആവശ്യത്തിന് കരിക്കിന്റെ വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതും കൂടി ഒഴിച്ച് കൂടി ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് വേവാനായിട്ട് അങ്ങോട്ട് മൂടി വെക്കാം. ഇടക്കൊക്കെ മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് ചിക്കൻ അങ്ങനെ നന്നായി അങ്ങ് വേവിച്ചെടുക്കണം. വെന്ത് വരുന്ന സമയത്ത് ആ ഒരു കാമ്പും കാഷ്യൂനട്ടും പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് കരിക്കിന്റെ കാമ്പെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഇട്ട് ജസ്റ്റ് ഒരു ഗാർണിഷിംഗ് പോലെ എന്നിട്ട് മിക്സ് ആക്കി എടുത്താൽ കേരളത്തിന്റെ സ്വന്തം ഇളനീർ ചിക്കൻ റെഡി. സെറ്റ് കറിയാണ് കേട്ടോ, ആരും മിസ്സാക്കണ്ട.